നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം 6ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ആധുനികമായ ആയുധശേഖരം കൈവശമുള്ള അമേരിക്കൻ പ്രതിരോധ വകുപ്പ് കടുത്ത വെല്ലുവിളികളെയാണ് നേരിടുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച വ്യോമാക്രമണ പരമ്പരകളിൽ അമേരിക്കയുടെ പക്കലുള്ള അതീവ പ്രഹരശേഷിയുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞു. ശത്രു രാജ്യത്തിൻ്റെ ആഴത്തിലുള്ള പ്രതിരോധ നിരകളെ തകർക്കാൻ ശേഷിയുള്ള ജാസം ER ക്രൂയിസ് മിസൈലുകളുടെ ശേഖരം അപകടകരമാം വിധം കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പസഫിക് മേഖലയിൽ ചൈനയെപ്പോലെയുള്ള വൻ ശക്തികളെ നേരിടാൻ കരുതി വച്ചിരുന്ന മിസൈലുകൾ പോലും ഇപ്പോൾ ഇറാൻ അതിർത്തികളിലേക്ക് മാറ്റുവാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുന്നു. ഇത് പശ്ചിമേഷ്യയിലെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ പക്കലുണ്ടായിരുന്ന 2300 ജാസം ER മിസൈലുകളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ യുദ്ധമുഖത്ത് ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ വെറും 425 മിസൈലുകൾ മാത്രമാണ് ലോകമെമ്പാടുമുള്ള മറ്റ് സൈനിക താവളങ്ങൾക്കായി അവശേഷിക്കുന്നത്. ഏകദേശം 600 മൈലിലധികം ദൂരപരിധിയിലുള്ള ഈ മിസൈലുകൾ വിമാനങ്ങൾക്ക് ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ പരിധിയിൽ കടക്കാതെ തന്നെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ സഹായിക്കുന്നവയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ആഴ്ചകൾക്കുള്ളിൽ 1000-ലധികം മിസൈലുകൾ പ്രയോഗിച്ചത് അമേരിക്കയുടെ ആയുധപ്പുരകളെ ശൂന്യമാക്കിയിരിക്കുകയാണ്. പ്രതിവർഷം പരിമിതമായ എണ്ണം മിസൈലുകൾ മാത്രം നിർമ്മിക്കാൻ ശേഷിയുള്ള ലോക്ഹീഡ് മാർട്ടിൻ പോലെയുള്ള കമ്പനികൾക്ക് യുദ്ധം ഇതേ വേഗതയിൽ തുടർന്നാൽ മിസൈലുകളുടെ കുറവ് പരിഹരിക്കുക എന്നത് അസാധ്യമായ ദൗത്യമായി മാറും. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ അറകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അതിവേഗം പുനഃസ്ഥാപിക്കുന്നു എന്നത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ F-50E സ്ട്രൈക്ക് ഫൈറ്ററും A-10 ആക്രമണ വിമാനവും ഇറാൻ വെടിവെച്ചിട്ടതോടെ ഇറാൻ്റെ വ്യോമാതിർത്തി പൂർണ്ണമായും സുരക്ഷിതമല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് അമേരിക്കയെ കുറഞ്ഞ ചെലവിലുള്ള ബോംബുകൾക്ക് പകരം കൂടുതൽ വിലപിടിപ്പുള്ള ക്രൂയിസ് മിസൈലുകളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇത്തരം ആയുധങ്ങളുടെ അമിതമായ ഉപയോഗം പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുമെന്ന ആശങ്ക പ്രതിരോധ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നിലനിൽക്കെ ഇറാന് നേരെ മുഴുവൻ ആയുധബലവും പ്രയോഗിക്കുന്നത് ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണികൾക്ക് കാരണമായേക്കാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ശിലായുഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകൽ എന്ന കർക്കശമായ നയം നടപ്പിലാക്കാൻ അമേരിക്കൻ സൈന്യം വലിയ വില നൽകേണ്ടി വരുമെന്നത് ഉറപ്പായ കാര്യമാണ്. ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെയും പാട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിലും അവയുടെ ഫലം ലഭ്യമാകാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇറാൻ വിക്ഷേപിക്കുന്ന ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുവാൻ വൻതോതിൽ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യമാണ്. ആയുധങ്ങളുടെ കുറവ് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന് തന്നെ തിരിച്ചടിയാകും. ചുരുക്കത്തിൽ ഇറാനുമായുള്ള ഈ പോരാട്ടം വെറുമൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആയുധശേഖരത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പരീക്ഷണം കൂടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുള്ള ഒരു രാജ്യം വെറും മിസൈലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മിസൈലുകൾ തീർന്നാലും യുദ്ധഗതിയെ തകിടം മറിക്കാൻ ശേഷിയുള്ള വൈവിധ്യമാർന്ന ആയുധശേഖരങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട്. മിസൈലുകളുടെ അഭാവത്തിൽ അമേരിക്ക എങ്ങനെയായിരിക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്, ഏതൊക്കെ ആയുധങ്ങളായിരിക്കും ഇനി യുദ്ധക്കളത്തിൽ നിർണായകമാവുക എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. മിസൈലുകൾക്ക് പകരമായി അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുള്ളത് തങ്ങളുടെ പക്കലുള്ള ലക്ഷക്കണക്കിന് സ്മാർട്ട് ബോംബുകളെയാണ്. JDAM സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ബോംബുകൾ സാധാരണ ബോംബുകളേക്കാൾ കൃത്യതയുള്ളവയാണ്. GPS സംവിധാനത്തിൻ്റെ സഹായത്തോടെ ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. മിസൈലുകളെ അപേക്ഷിച്ച് ഇവയുടെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് എന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഗുണകരമാകും. വിമാനങ്ങളിൽ നിന്ന് നേരിട്ട് വർഷിക്കാവുന്ന ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുവാൻ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭാഗികമായെങ്കിലും തകർക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ ഇറാൻ്റെ പല റഡാർ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ട സാഹചര്യത്തിൽ B-52 പോലെയുള്ള കൂറ്റൻ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് വൻതോതിലുള്ള ബോംബ് വർഷം നടത്താൻ അമേരിക്കയ്ക്ക് തൽക്കാലം പ്രയാസമുണ്ടാകില്ല. ഇറാൻ്റെ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും തകർക്കുവാൻ മിസൈലുകളേക്കാൾ ഫലപ്രദമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ പക്കലുണ്ട്. 30,000 പൗണ്ടിലധികം ഭാരമുള്ള GBU-57 പോലെയുള്ള ബോംബുകൾക്ക് പർവ്വതങ്ങൾ തുളച്ചുകയറി ഭൂമിക്കടിയിലുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുണ്ട്. ഇറാൻ്റെ പ്രധാന ആയുധശേഖരങ്ങളെല്ലാം ഭൂമിക്കടിയിലായതിനാൽ വരും ദിവസങ്ങളിൽ ഇത്തരം ബോംബുകളുടെ ഉപയോഗം വർദ്ധിക്കാനാണ് സാധ്യത. ഇതിനു പുറമെ ആധുനിക യുദ്ധമുറയിൽ മിസൈലുകളേക്കാൾ പ്രഹരശേഷിയുള്ള ഒന്നാണ് സൈബർ ആയുധങ്ങൾ. ഇറാൻ്റെ കമാൻഡ് സെൻ്ററുകൾ, വൈദ്യുതി നിലയങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ സൈബർ ആക്രമണത്തിലൂടെ നിശ്ചലമാക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കും.
ശാരീരികമായ ആക്രമണങ്ങളിലല്ലാതെ തന്നെ ഒരു രാജ്യത്തെ തളർത്താൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കുമെന്നത് അമേരിക്കയുടെ വലിയ കരുത്താണ്. യുദ്ധം കരമാർഗത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ പക്കലുള്ള ഹൈമാർസ് റോക്കറ്റ് സംവിധാനങ്ങൾ നിർണായകമാകും. കുറഞ്ഞ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇവയ്ക്ക് മിസൈലുകളേക്കാൾ വേഗതയും കൃത്യതയുമുണ്ട്. കൂടാതെ കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ടോർപിഡോകളും ഡ്രോൺ ആക്രമണങ്ങളും അമേരിക്കൻ സൈന്യത്തിന് വലിയ മേധാവിത്വം നൽകുന്നു. പ്രഡേറ്റർ, റീപ്പർ തുടങ്ങിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് കൃത്യമായ നിരീക്ഷണം നടത്താനും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ വകവരുത്താനും അമേരിക്കയ്ക്ക് സാധിക്കും. ചുരുക്കത്തിൽ മിസൈലുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് അമേരിക്കയെ അല്പം പ്രതിരോധത്തിലാക്കിയേക്കാമെങ്കിലും അവരുടെ പക്കലുള്ള ബദൽ ആയുധങ്ങൾ ഏതൊരു രാജ്യത്തെയും തകർക്കാൻ പോകുന്നതാണ്. മിസൈലുകൾക്ക് പകരം വിമാനങ്ങൾ നേരിട്ട് ബോംബ് വർഷിക്കുമ്പോൾ പൈലറ്റുമാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലായേക്കാം എന്നതൊഴിച്ചാൽ അമേരിക്കയുടെ ആക്രമണ വീര്യം കുറയുവാൻ സാധ്യതയില്ല. അമേരിക്കൻ മിസൈലുകളുടെ എണ്ണം കുറയുന്നത് യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ കാരണമാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആധുനിക യുദ്ധമുറകളിൽ മിസൈലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അവയുടെ കുറവ് കൊണ്ട് മാത്രം ഒരു വൻ ശക്തി യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതുന്നത് ലളിതവൽക്കരണമാകും. മിസൈൽ ശേഖരം കുറയുന്നത് യുദ്ധത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേക്കാം എന്നതല്ലാതെ അത് സമാധാനത്തിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള വഴിയാകാൻ സാധ്യത കുറവാണ്. അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾ കുറയുന്നത് അവരുടെ ആക്രമണ ശൈലിയെ കൂടുതൽ അപകടകരമായ ഒന്നാക്കി മാറ്റാനാണ് സാധ്യത. നിലവിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുമെന്ന രീതിയാണ് അമേരിക്ക അവലംബിക്കുന്നത്. എന്നാൽ മിസൈലുകളുടെ എണ്ണം പരിമിതമാകുമ്പോൾ ബോംബർ വിമാനങ്ങൾ നേരിട്ട് ശത്രുവിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച് ബോംബുകൾ വർഷിക്കേണ്ടി വരും. ഇത് അമേരിക്കൻ പൈലറ്റുമാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെങ്കിലും ആക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ ഇത് കാരണമാകില്ല. B-52 പോലെയുള്ള കൂറ്റൻ വിമാനങ്ങൾ ഉപയോഗിച്ച് ടൺ കണക്കിന് ബോംബുകൾ വർഷിക്കുന്ന രീതിയിലേക്ക് അമേരിക്ക മാറിയാൽ അത് ഇറാനിലെ സാധാരണ ജനജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും കൂടുതൽ മാരകമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മിസൈലുകൾ തീരുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ക്രൂരത വർദ്ധിപ്പിക്കാനാണ് സാധ്യത. മിസൈലുകൾക്ക് പകരം സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ എന്നിവയിലൂടെ ഇറാൻ്റെ പ്രതിരോധ നിരയെ തകർക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കും. മിസൈലുകൾ കുറയുന്നത് അമേരിക്കയുടെ ആഗോള സൈനിക പ്രതിച്ഛായയെ ബാധിക്കുമെങ്കിലും ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് ഇനിയും നിരവധി ബദൽ മാർഗങ്ങളുണ്ട്. ചൈനയെയും റഷ്യയെയും നേരിടാൻ കരുതി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയെ തന്ത്രപരമായി പ്രതിരോധത്തിലാക്കുമെങ്കിലും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഒരു നിർണായകമായ വിജയം നേടാതെ പിന്മാറാൻ അവർ തയ്യാറാകില്ല. ചുരുക്കത്തിൽ മിസൈലുകളുടെ കുറവ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ഘടകമല്ല, മറിച്ച് അത് യുദ്ധം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാണ്. മിസൈലുകൾക്ക് പകരമായി സ്മാർട്ട് ബോംബുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചേക്കാം. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും തുടരുന്നിടത്തോളം കാലം ആയുധങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് ചർച്ചകളിലൂടെയുള്ള സമാധാനത്തിന് വഴിതെളിക്കുമെന്ന് കരുതാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നത് ആയുധങ്ങളുടെ അഭാവത്തേക്കാൾ ഉപരിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും അന്താരാഷ്ട്ര ഇടപെടലുകളുടെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ ശേഖരത്തിലുണ്ടാകുന്ന വൻതോതിലുള്ള കുറവ് കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്ക തങ്ങളുടെ പക്കലുള്ള ജാസം ER പോലെയുള്ള അതീവ പ്രഹരശേഷിയുള്ള മിസൈലുകൾ പസഫിക് മേഖലയിൽ നിന്നും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ഇറാൻ യുദ്ധമുഖത്തേക്ക് മാറ്റുന്നത് ചൈനയും റഷ്യയും അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ദീർഘകാലമായി അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ അവസരം കാത്തിരിക്കുന്ന ഈ രണ്ട് വൻ ശക്തികൾക്കും അമേരിക്കയുടെ ആയുധപ്പുരകൾ ശൂന്യമാക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയൊരു വാതിലാണ് തുറന്നിടുന്നത്. പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കരുതി വെച്ചിരുന്ന മിസൈലുകൾ ഇറാനിലേക്ക് മാറ്റുന്നത് തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകും. തായ്വാൻ കടലിടുക്കിലോ ദക്ഷിണ ചൈന കടലിലോ ഒരു സംഘർഷമുണ്ടായാൽ ചൈനീസ് യുദ്ധക്കപ്പലുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ദൂരത്ത് നിന്ന് തകർക്കുവാൻ അമേരിക്ക പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരം ലോങ് റേഞ്ച് മിസൈലുകളെയാണ്. 2300 മിസൈലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 400-ൽ താഴെ മിസൈലുകൾ മാത്രമേ ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൈനിക നേട്ടമാണ്. അമേരിക്കയുടെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ലെന്ന ബോധ്യം തായ്വാന് മേൽ കൂടുതൽ സൈനിക സമ്മർദ്ദം ചെലുത്താനും മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ചൈനയെ പ്രേരിപ്പിക്കും. അമേരിക്ക ഒരു യുദ്ധത്തിൽ തളച്ചിടപ്പെടുമ്പോൾ മറ്റൊരു യുദ്ധമുഖം തുറക്കുവാൻ അവർക്ക് സാധിക്കില്ലെന്ന് ചൈന കണക്ക് കൂട്ടുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മിസൈലുകൾ ഇറാനിൽ ഉപയോഗിച്ചു തീരുന്നത് യുക്രൈൻ മുന്നണിയിലും കിഴക്കൻ യൂറോപ്പിലും അവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നാറ്റോ സഖ്യകക്ഷികൾക്ക് അമേരിക്ക നൽകുന്ന സൈനിക പിന്തുണയുടെ അളവ് കുറയുന്നത് റഷ്യൻ സൈന്യത്തിന് മുന്നേറ്റം നടത്താൻ എളുപ്പമാക്കും. അമേരിക്കയുടെ ശ്രദ്ധയും പണവും ആയുധങ്ങളും പശ്ചിമേഷ്യയിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ യൂറോപ്പിലെ അമേരിക്കൻ സാന്നിധ്യം ദുർബലമാകുമെന്ന് ക്രെംലിൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുടെ ആയുധ നിർമ്മാണ ശേഷിക്ക് പരിധിയുണ്ടെന്നും നഷ്ടപ്പെട്ട മിസൈലുകൾ വീണ്ടും നിർമ്മിച്ച് ശേഖരം പഴയപടിയാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും റഷ്യയ്ക്ക് നന്നായി അറിയാം. ഈ കാലയളവിൽ തങ്ങളുടെ ആയുധശേഖരം നവീകരിക്കാനും
ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുവാനും റഷ്യ പരമാവധി ശ്രമിക്കും. അമേരിക്കയുടെ ഈ ആയുധ പ്രതിസന്ധി അവരുടെ സഖ്യകക്ഷികൾക്കിടയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക സുരക്ഷയിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ മിസൈലുകൾ തീരുന്ന സാഹചര്യത്തിൽ തങ്ങളെ സംരക്ഷിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉയരുന്നു. ഇത് മുതലെടുത്ത് ഈ രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റാനും തങ്ങളുടെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാനും ചൈന ശ്രമിക്കുന്നുണ്ട്. ഒരേ സമയം രണ്ട് വൻശക്തികളെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷി ചോദ്യം ചെയ്യപ്പെടുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ ഒന്നാം സ്ഥാനം അപകടത്തിലാക്കുന്നു. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ചിലവാക്കുന്ന ഓരോ മിസൈലും ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപരമായ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ആയുധപ്പുരകൾ ശൂന്യമാകുന്ന ഈ അവസരം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.